കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാന സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ സർവീസുകൾ ഗൈസുമ വിമാനത്താവളം വഴി 6 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് ബന്ധിപ്പിക്കുന്നത്. കുവൈത്തിന്റെ വ്യോമപാത ഫെബ്രുവരി 28 മുതൽ താൽക്കാലികമായി അടച്ചതിനെ തുടർന്നുണ്ടായ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജസീറ എയർവേസ് വഴി പ്രത്യേക വിമാന സർവീസുകൾ നടത്താനാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അത് ഇന്ത്യൻ എംബസിയാണ് അറിയിച്ചത്. ജസീറ എയർവേസിന്റെ സജീവ ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി പ്രതിനിധിയും രംഗത്ത് വന്നിരുന്നു. യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ പിന്തുണ നൽകിയ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിനും ഇന്ത്യൻ വിദേശകാര്യ വ്യോമയാന മന്ത്രാലയങ്ങൾക്കും അംബാസഡർ നന്ദിയും അറിയിച്ചിരുന്നു. നാട്ടിലുള്ള കുടുംബാംഗങ്ങളുമായി ഒന്നുചേരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ വലിയ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർവീസുകൾ പുനരാരംഭിച്ചതെന്നാണ് ജസീറ എയർവേസും പറഞ്ഞിരിക്കുന്നത്. വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മുംബൈ, ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, ബാംഗ്ലൂരു എന്നീ 6 ഇന്ത്യൻ നഗരങ്ങളെയാണ് ഗൈസുമ വിമാനത്താവളം വഴി കുവൈത്തുമായി ബന്ധിപ്പിക്കുന്നത്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതിനു ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിക്കുന്ന ആദ്യ വാണിജ്യ വിമാന ബന്ധം കൂടിയാണിത്. യാത്രക്കാരെ കുവൈത്തിൽ നിന്ന് ബസ് മാർഗം ഗൈസുമ വിമാനത്താവളത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. തിരികെയുള്ള യാത്രയും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. നിലവിൽ ഈജിപ്ത്, ജോർദാൻ, ശ്രീലങ്ക, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ജസീറ എയർവേസ് സർവീസുകൾ നടത്തുന്നുണ്ട്. യാത്രക്കാർക്ക് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവും. ആദ്യ സർവീസിന്റെ ഭാഗമായി കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ പുറപ്പെടൽ കേന്ദ്രമായ മിഷ്രിഫിലെ കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ട്സ് ഹാൾ 8 സന്ദർശിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.